നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. PV അൻവർ എന്ന ഒറ്റയാനിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ മുന്നോട്ട് പോയത് CPM-ന് ഗ്രാമീണ തലത്തിൽ പാർട്ടിയുടെ അടിത്തറ ദുർബലമാക്കിയെന്ന വിലയിരുത്തൽ. ഇത് തെരഞ്ഞെടുപ്പിൽ ഇടതിന് വലിയ തിരിച്ചടിയായി. CPM-ന്റെ അടിത്തറ ഇളക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർ സത്യത്തിൽ നിലമ്പൂരിൽ പാർട്ടിയുടെ അടിത്തറ ഇളക്കിയാണ് ഇടത് പടിയിറങ്ങിയത്. അൻവർ കൂടുമാറുമെന്ന് അണികളും നേതാക്കളും ഒരിക്കലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് നിലമ്പൂരിൽ അൻവർ തന്നെയായിരുന്നു പാർട്ടി. അൻവറിൻ്റെ വാക്കുകൾക്ക് ഇവിടെ എതിർവാക്ക് ഉണ്ടായിരുന്നില്ല. ലോക്കൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും അൻവറിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനഭിമതരായ പലർക്കും പാർട്ടിയിൽ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. കഴിവുറ്റ പലരും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പണം ഇറക്കിയും സ്വാധീനം ചെലുത്തിയും അൻവർ എങ്ങനെയെങ്കിലും വിജയം ഉറപ്പാക്കുമെന്ന് അണികളും നേതാക്കളും വിശ്വസിച്ചിരുന്നു. ഈ പ്രതീക്ഷയിൽ വീടുമായുള്ള പാർട്ടി പ്രവർത്തകരുടെ ഇടപെടൽ കുറഞ്ഞു വന്നു. ഗ്രാമങ്ങളിലെ ഓരോ വീട്ടിലും ബ്രാഞ്ച് തലങ്ങളിലും പ്രവർത്തകർക്ക് ദീർഘനാളത്തെ ആത്മബന്ധമുണ്ടായിരുന്നു. വീടുകളിലുമായി പാർട്ടി പ്രവർത്തകരുടെ നിരന്തര സമ്പർക്കം കുറഞ്ഞതോടെ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വന്നു. മണ്ഡലത്തിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പേരിൽ മാത്രമായി ഒതുങ്ങുന്ന തലത്തിലേക്ക് നീങ്ങി. MLA എന്ന നിലയിൽ അൻവറിൻ്റെ ഇടപെടലിലേക്ക് മാത്രമായി പാർട്ടി പ്രവർത്തനം ചുരുങ്ങി. കഴിഞ്ഞ 9 വർഷം CPM-ന്റെ മലയോരത്തെ അടിത്തറയും ദുർബലപ്പെട്ടു വന്നു. അൻവർ ഇടതുമുന്നണി വിട്ടതോടെ നഷ്ടപ്പെട്ട അടിത്തറ അത്ര പെട്ടെന്ന് വീണ്ടെടുക്കാൻ പാർട്ടിക്കോ പ്രവർത്തകർക്കോ കഴിയാതെ വന്നു. അനുകൂല സാഹചര്യം മനസ്സിലാക്കിയ UDF വീടുകളിൽ അവരുടെ ആധിപത്യം ഉറപ്പാക്കി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ആര്യാടൻ ഷൗക്കത്തും മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയും തന്നെയായിരുന്നു. നിരാശയിൽ കഴിയുന്ന CPM അനുഭാവികളെ UDF ചേരിയിലേക്ക് കൊണ്ടുവരാൻ DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജോയ്ക്ക് സാധിച്ചു. പരമാവധി പൊതുപരിപാടികളിലെത്തി ഷൗക്കത്തും ഭരണമില്ലാഞ്ഞിട്ടും UDF പ്രവർത്തകരും പാളയത്തിൽ തന്നെ നിലനിർത്തി. മരണ വീടുകളിലും കല്യാണ വീടുകളിലും ദുരന്ത മേഖലകളിലുമെല്ലാം എത്തി ഷൗക്കത്ത് നേരത്തെ തന്നെ മണ്ഡലത്തിലെ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. അൻവർ ഇടതുപാളയം വിട്ടതോടെ ജനകീയ മുഖമുള്ള നേതാവിനെ രംഗത്തിറക്കാൻ CPM-ന് കഴിയാതെ വന്നു. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് മണ്ഡലത്തിൽ ആരാധകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അനുഭാവികൾ കുറവായിരുന്നു. അണികളെ പൂർവാധികം ശക്തിയോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കാൻ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രം പോരാതെ വന്നു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ്, TV അഷ്റഫ് അലി, ചാണ്ടി ഉമ്മൻ, KM ഷാജി, VT ബൽറാം പോലുള്ള UDFിൻ്റെ ജനകീയ യുവനിര തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറഞ്ഞാടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ CPM പ്രതിസന്ധിയിലായി. സ്വരാജ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിൽ കാണില്ലെന്ന UDFിൻ്റെ പ്രചാരണം അസ്വസ്ഥരായിരുന്ന ഇടത് അനുഭാവികളുടെ ഇടയിലേക്ക് തള്ളിക്കയറുക കൂടി ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് വിജയം UDF പക്ഷത്തേക്ക് ചാഞ്ഞു. സ്വതന്ത്രരെ രംഗത്തിറക്കി വിജയമുറപ്പിക്കാൻ മാത്രം CPM ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കുഞ്ഞാലിയുടെ മണ്ണിൽ CPM-ന്റെ വേരോട്ടം പാടെ അറുത്തുമുറിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.